ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇത് അഫ്കാറ്റ് 2016 ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. On a certain sum, the simple interest at the end of 6 1/4 years becomes 3/8 of the sum. The rate percentage is. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്, ശ്രദ്ധിച്ചിരിക്കാം. എത്ര എമൗണ്ട് എത്രയാണെന്ന് അറിയില്ല, ഇനീഷ്യൽ എമൗണ്ട് എന്താണെന്ന് നമുക്കറിയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനീഷ്യൽ എമൗണ്ട് പി ആണെന്ന് വിചാരിക്കാം. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് 6 1/4 years becomes 3/8 ഓഫ് ദ സം ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, ശരിയല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം, പി ഇൻറ്റു എൻ ഇൻറ്റു R/100 ആണ്. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3/8 ഇൻറ്റു പി ആവുമെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് ബിക്കംസ് 3/8 ഇൻറ്റു പി ആവുമെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 1/4. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 1/4 എന്ന് പറഞ്ഞാൽ 6 + 1/4 ഇയർ ആണ്. പി എൻ ആറിൻ്റെ ഫോർമുലയിൽ എൻ ഫ്രാക്ഷൻ ആയാലും കുഴപ്പമൊന്നുമില്ല. ആറ് തന്നെ ഇരിക്കട്ടെ, R/100. ഇത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ, അല്ലേ? അപ്പോൾ എൻ ഫ്രാക്ഷൻ ആവും. 6 1/4 എന്ന് പറഞ്ഞാൽ 6 + 1/4. പി നമുക്ക് രണ്ട് സൈഡിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 3/8 = 6 + 1/4 ചെയ്യാൻ അറിയാമല്ലോ, അല്ലേ? 6 × 4 24, 24 + 1 25. 25/4 ഇൻറ്റു R/100 എന്ന് വരും. ശരിയാണല്ലോ? ഇനി നിങ്ങൾക്കറിയാം, ഇത് റെഡ്യൂസ് ചെയ്താൽ മതി, അല്ലേ? ഈ 25ഉം 100ഉം വെട്ടി പോകുമ്പോൾ ഇവിടെ താഴെ 4 വരും, അറിയാലോ. ഇവിടെ 3/8 = R/60 എന്ന് കിട്ടും. അപ്പോൾ 60 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ R = 3 × 16/8 കിട്ടും. ശരിയല്ലേ? ഇപ്പം ഇങ്ങനെ വരും. അപ്പോൾ ഇതൊന്ന് നോക്കട്ടെ, ഇത് എത്രയാണ്? 6%, അല്ലേ? ഇതിൻ്റെ ആൻസർ 6% ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സം ബിക്കംസ് ഡബിൾ ഇൻ 16 years, how many times it will become in 8 years? ഒരു എമൗണ്ട് 16 years കൊണ്ട് ഡബിൾ ആവും. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ടൈംസ് ഇറ്റ് വിൽ ബി 8 years? ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ നമുക്ക് അറിയില്ല. തൽക്കാലം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്ത് ടൈപ്പ് ഇൻട്രസ്റ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് അസ്യൂം ചെയ്താൽ മതി. കേട്ടല്ലോ? ഇഫ് ദ സം ബിക്കംസ് ഡബിൾ ഇൻ 16 years, അല്ലേ? അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഫൈനൽ എമൗണ്ട് 16 years ആണ്, ഡബിൾ ആണ്, അല്ലേ? ഫൈനൽ എമൗണ്ട് 2p ആണ്. സം ഡബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ എമൗണ്ട് 2p ആണ് ഇൻ 16 years. 2p = p × 1 + NR 16 × R/100. ഇങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം, ശരിയല്ല? 2p = p × 1 + 16 R/100 ആണ്. n = 16 ആണ്. R എന്താണെന്ന് അറിയില്ല. നമുക്കിത് ആദ്യം തന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താലോ. p വെട്ടി പോകുമ്പോൾ 2 = 1 + 16 R/100 വരും. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 16 R/100 = 1 കിട്ടും. ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ R/100 = 1/16 എന്ന് കിട്ടും. ശരിയാണല്ലോ? R/100 1/16 എന്ന് കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? ഹൗ മെനി ടൈംസ് വിൽ ഇറ്റ് ബി ഇൻ 8 years, അല്ലേ? 8 വർഷം കൊണ്ട് എന്തായി മാറും? ഫൈനൽ എമൗണ്ട് നമുക്ക് P' എന്നോ X എന്നോ എന്തെങ്കിലുമൊക്കെ പേര് കൊടുക്കുക. ഫൈനൽ എമൗണ്ട് P'. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പി എന്ന് തന്നെ എഴുതിക്കുക. ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പി ആണ്. ഈ p × 1 + n എന്ന് പറഞ്ഞാൽ 8 ആണല്ലേ? R/100 ഓക്കെ, 8 × R/100 എന്ന് എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8 വർഷം കൊണ്ട് ഫൈനൽ എമൗണ്ട് എന്താവും എന്നാണ് ക്വസ്റ്റ്യൻ. ഫൈനൽ എമൗണ്ട് P' ആണെന്ന് അസ്യൂം ചെയ്യുക. P' = p × 1 + n R/100 ആണല്ലോ. ഇവിടെ n 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. R എന്ന് പറഞ്ഞാൽ 6 തന്നെ. ഓക്കെ, പി എന്താണെന്ന് അറിയില്ല. p × 1 + 8 × R/100 1/16 ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്.
R/100 1/16 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1/60. ഇവിടെ 8/16 1/2 ആണല്ലോ. 8/16 1 പ്ലസ് ഹാഫ് നമുക്ക് 1/2 എന്നാക്കാം. അങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്, അറിയാമല്ലോ. 1 പ്ലസ് ഹാഫ് ഡിനോട്ടഡ് ബൈ 1/2 എന്ന് വെച്ചാൽ 1 പ്ലസ് ഹാഫ് ആണ് ഇൻറ്റു പി. ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഫൈനൽ എമൗണ്ട് പി ഡാഷ് ഈക്വൽ ടു 1/2 ടൈംസ് പി. ശരിയല്ലേ? 1/2 ടൈംസ് പി. അതേത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോയാലോ. ഇത് അഫ്കാറ്റ് 2015 ആണ്. ഇത് വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. അതായത് സെമി ആനുവലിന്നോ ക്വാർട്ടർലിന്നോ ഒക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് അഫ്കാറ്റ് 2015 ആണ്. ഇൻ ഹൗ മെനി ഇയേഴ്സ് will a sum of rupees 800 at 10% per annum compounded semi annually becomes 926.10. കുറച്ച് കാൽക്കുലേഷൻസുകളൊക്കെ വരും, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ബിക്കംസ് അല്ലേ? ഓക്കെ, നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം ഫൈനൽ എമൗണ്ട് കാണാനുള്ള ഫോർമുല എന്താണ്? ഫൈനൽ എമൗണ്ട് പി ഡാഷ് എന്ന് എന്തെങ്കിലും പേര് കൊടുക്കാം കേട്ടോ. ഫൈനൽ എമൗണ്ട് കാണാനുള്ള ഫോർമുല എന്താണ്? പി ഇൻറ്റു 1 പ്ലസ് R/100 റേസ് ടു n ആണ് ഫൈനൽ എമൗണ്ട് കാണാനുള്ള ഫോർമുല. ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ടഡ് സെമി ആനുവലി എന്ന് പറയുമ്പോൾ എത്ര വർഷമാണ്, ഹൗ മെനി ഇയേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. സെമി ആനുവലി എന്ന് പറഞ്ഞാൽ 6 മന്ത് വെച്ചിട്ട് ഇങ്ങനെ എമൗണ്ട് അപ്ഡേറ്റ് ചെയ്ത് പോവാണ്. നേരത്തെ കോമ്പൗണ്ടഡ് ആനുവലി എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിയുമ്പോഴാണ് നമ്മൾ അപ്ഡേഷൻ നടക്കുന്നത്. മനസ്സിലായല്ലോ? 1 വർഷം കഴിയുമ്പോഴേ അപ്ഡേഷൻ നടക്കുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 6 മാസം കഴിയുന്നതോറും എമൗണ്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അതാണ് സെമി ആനുവലി. ഓക്കെ, സെമി ആനുവലി എന്ന് പറഞ്ഞാൽ 1 വർഷത്തിൻ്റെ പകുതി. ക്വാർട്ടർലി എന്നാണ് പറയണമെങ്കിലോ 1 വർഷത്തിൻ്റെ 1/4, അതായത് 3 months ആയിരിക്കും. അപ്പോൾ ഇവിടെ 6 month ആണ്. അപ്പോൾ 6 monthൽ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇനീഷ്യൽ എമൗണ്ട് എത്രയാണ്? 800 ആണ് അല്ലേ? ഞാൻ പി എന്ന് എഴുതിക്കോട്ടെ തൽക്കാലത്തേക്ക്, പി ആണ്. അപ്പോൾ 6 month ആണ്. 6 month അതായത് ഹാഫ് ഇയർ അല്ലേ? ഹാഫ് ഇയർ അപ്ഡേറ്റ് ചെയ്തു, ഇവിടെ വെച്ച് അപ്ഡേറ്റ് ചെയ്തു. പിന്നെ അടുത്ത 6 month അതായത് അനദർ ഹാഫ് ഇയർ അപ്ഡേറ്റ് ചെയ്തു. ഇനി അനദർ നെക്സ്റ്റ് ഹാഫ് ഇയർ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതണം കേട്ടോ. അപ്ഡേറ്റ് ചെയ്തു. ഇത് എത്ര വരെ പോവും അല്ലേ? എത്ര വരെ പോവും? ഇങ്ങനെ ഓരോ ഹാഫ് ഇയറിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോവാണ്. ഓക്കെ ആണല്ലോ? എത്ര വർഷം കൊണ്ട് എമൗണ്ട് 926.10 ആവും? അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുക n ഇയർ കൊണ്ട്, നമുക്ക് അസ്യൂം ചെയ്യുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. n ഇയർ കൊണ്ട് പി എന്ന് പറഞ്ഞ എമൗണ്ട് 800 ആണ് കേട്ടോ. ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കാം. പി എന്ന് പറഞ്ഞ എമൗണ്ട് 800 ആണ്. നമ്മളെ ഫൈനൽ എമൗണ്ട് ഇതിങ്ങനെ എക്സെട്ര ഉണ്ട് കേട്ടോ. ഫൈനൽ എമൗണ്ട് പി ഡാഷ് ദാറ്റ് ഈസ് 926.1 ആണ് ഫൈനൽ എമൗണ്ട്. സോ നമ്മൾ അസ്യൂം ചെയ്യുക n ഇയർ കൊണ്ട് 800 എന്ന് പറഞ്ഞ എമൗണ്ട് 926.1 ആയി മാറി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ഇനിയുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കണ്ട, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആവാൻ വേണ്ടി ഡയഗ്രാം വരച്ചതാണ്. അപ്പോൾ ഓരോ വർഷത്തും നമ്മൾ ഹാഫ് ഇയർ ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ 1 വർഷത്തെ ഇൻട്രസ്റ്റ് ആണല്ലോ 10%. 1 വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആണല്ലോ 10%. എഗ്രി ചെയ്യുന്നുണ്ടോ? അപ്പോൾ 6 monthന്റെ ഇൻട്രസ്റ്റ് 10% എടുക്കാൻ പാടില്ല. 6 month ആകുമ്പോൾ അതിൻ്റെ പകുതി എടുക്കാൻ പാടുള്ളൂ. 6 month ആകുമ്പോൾ പകുതി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 10%ന്റെ ഹാഫ് 5% വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരുതിയാൽ മതി. മനസ്സിലായാലും 1 വർഷം എടുക്കും 10% കിട്ടണമെങ്കിൽ 1 വർഷമാണ്. അപ്പോൾ ഒരു 6 month ആണെങ്കിൽ 10%ന്റെ പകുതി 5% വെച്ചിട്ട് ഓരോ 6 monthലും അപ്ഡേറ്റ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. n ഇയർ ആണ്, പക്ഷെ നമ്മൾ നമ്പർ ഓഫ് പീരീഡ്സ് എടുക്കാൻ പാടുള്ളൂ. ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമ്പർ ഓഫ് പീരീഡ്സ്. അപ്പോൾ n ഇയർ ആണ്, 1 വർഷത്തിന് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്പർ ഓഫ് പീരീഡ്സ് ഈസ് ഈക്വൽ ടു 2n എന്ന് വേണം എഴുതാനായിട്ട്. ആ ഫോർമുലയിൽ n വരെ 2n എഴുതണം. മനസ്സിലായല്ലോ? ഓരോ 6 മാസം കൂടി അപ്ഡേറ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ ആകെ n ഇയർ ആണ്, പക്ഷെ ഓരോ വർഷത്തിന് 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവാണല്ലോ. അപ്പോൾ നമ്പർ ഓഫ് പീരീഡ്സ് n എന്നല്ല എഴുതേണ്ടത് 2n ആണ്.
ഇത് 1, 2, 3, 4 അങ്ങനെ കൗണ്ട് ചെയ്ത 2n പീരീഡ്സ് ഉണ്ടാവും. ഒരു സിംഗിൾ പീരീഡിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് 5% ആണ്. പി ഡാഷ് അപ്പോൾ നമ്മൾ ഫോർമുല എഴുതുമ്പോൾ പി ഡാഷ് നേരത്തെ എഴുതിയ ഫോർമുല എഴുതാൻ പോകാം കേട്ടോ. പി ഡാഷ് എന്ന് പറഞ്ഞാൽ 926.1 ആണ്. പി എന്ന് പറഞ്ഞാൽ 800 ആണ്. പി എന്ന് പറഞ്ഞാൽ 800. 6 10 എഴുതിയ തെറ്റി. നമ്മൾ ഓരോ പീരീഡിലെയും പെർസെൻറ്റേജ് എടുക്കാൻ പാടുള്ളൂ. 5% അപ്പോൾ 5/100. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ്സ് ആണ്. ഒരു കാരണവശാലും ഇയർ എഴുതിയേക്കരുത് കേട്ടോ. ഹൗ മെനി പീരീഡ്സ് 2n. ക്ലിയർ ആയല്ലോ? കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓപ്ഷൻസ് ഇട്ട് കൊടുക്കല് കേട്ടല്ലോ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? n അല്ലേ? n ആണ്. ഓപ്ഷൻ എ നിങ്ങളിങ്ങനെ ഓപ്ഷൻസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക, അതേ വഴിയുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സിമ്പിളായുള്ള ഓപ്ഷൻസ് പറ. ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്ന നിർബന്ധമൊന്നുമില്ലല്ലോ. സിമ്പിളായുള്ള കുറച്ചുകൂടി ഓപ്ഷൻസ്. ഓപ്ഷൻ എ പറയുന്നത് n 1+1 ആവുമ്പോഴാണ്, അതായത് 3/2 ആവുമ്പോഴാണ് അല്ലേ. ഓപ്ഷൻ എ പറയുന്നത് ഈ n 1/2 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയർ ആണ്. 2n ഈസ് ദ നമ്പർ ഓഫ് പീരീഡ്സ്. അപ്പോൾ n 1/2 അതായത് 3/2 ആവുമ്പോഴാണ് ഈ ഇക്വേഷൻ ശരിയാവുന്നത് എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. n 3/2 ആവുമ്പോൾ 2n 3 ആവുമല്ലോ. n 3/2 ആവുമ്പോൾ 2n 3 ആവുമല്ലോ. അപ്പോൾ ഓപ്ഷൻസ് ഇട്ട് കൊടുത്ത് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ടഫാണ്. അപ്പോൾ ഇവിടെ n-ന് പകരം 2n-ന് പകരം 3 ഇട്ട് കൊടുത്തു നോക്കാം, ശരിയാവുന്നുണ്ടോ? 800 × 1 + 5/100 ഓക്കെ 1/20 എന്ന് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. 2n എന്നുള്ളത് 3 ഇട്ട് കൊടുക്കുക. ഇത് ചെയ്യാൻ അറിയാമല്ലോ. 1/20 ക്യൂബ് ചെയ്യുക, അതായത് 21/20 അല്ലേ. 21/20 ക്യൂബ് ചെയ്യുക. വെട്ടിക്കളയാനൊക്കെ വെട്ടിക്കളയാൻ പറ്റും. 21/20 ക്യൂബ് ചെയ്യുമ്പോൾ 21/20 × 21/20 × 21/20 ആണല്ലോ. ഇവിടെ വെട്ടി പോകുന്നുണ്ട്, കാൽക്കുലേഷൻ പറയണില്ല. ഇങ്ങനെ വെട്ടി സിംപ്ലിഫൈ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ചെയ്ത് നോക്കിയാൽ മതി, 926.1 കിട്ടും. മെത്തേഡ് ക്ലിയർ ആയാലോ? അതേ പറ്റുള്ളൂ. അപ്പോൾ സിമ്പിളായുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തപ്പോൾ ഓപ്ഷൻ ബി എടുത്തു. ഓപ്ഷൻ ബി ഞാൻ ആ ഇക്വേഷൻ കൊടുത്തപ്പോൾ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻ വെറുതെ നോക്കി സമയം കളയണ്ടല്ലോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. ഇതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈ ഒരു മെത്തേഡേ ഉള്ളൂ. സോ നമുക്ക് ഇത് മാച്ച് ആയില്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ ഡി കൊടുക്കുക, എന്നിട്ട് മാച്ച് ആയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ഇത് അഫ്കാറ്റ് 2014 ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇഫ് എ പേഴ്സൺ റീപെയ്ഡ് 22,500 ആഫ്റ്റർ 10 years ഓഫ് ബോറോയിങ് എ ലോൺ at 10% per annum simple interest, ഫൈൻഡ് ഔട്ട് വാട്ട് എമൗണ്ട് ഹി ടുക്ക് ആസ് ലോൺ. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ അങ്ങനെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും സിമ്പിൾ തന്നെയാണ്. അപ്പോൾ ഫൈനൽ എമൗണ്ട് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ചു നോക്കിയേ. ഫൈനൽ എമൗണ്ടിന് ഞാൻ പി ഡാഷ് എഴുതിക്കോട്ടെ. ഫൈനൽ എമൗണ്ട് 22,500 ആണ്. റീപെയ്ഡ് ആണ്. റീപെയ്ഡ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 years കൊണ്ടാണ്. റേറ്റ് R = 10% ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. നമുക്കറിയാം ഫൈനൽ എമൗണ്ട് P' = P × 1 + NR ആണല്ലോ. R മീൻസ് R/100 ആണല്ലോ. ഇതാണല്ലോ ഫൈനൽ എമൗണ്ട് കാണാനുള്ള ഫോർമുല. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. P ആണ് വേണ്ടത്. P' 22,500 = P × 1 + N. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, അത് 10 ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലേ. അതെ. R എന്ന് പറഞ്ഞാൽ 10 ആണ് /100. ശരിയാണല്ലോ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലോ. അപ്പോൾ ഇത് 1 + 1 2p വരും. ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഞാൻ ഡിസ്കസ് ചെയ്യണില്ല ഇവിടെ. 1 + 1 2p വരും. അപ്പോൾ 2p = 22,500 ആവുമ്പോൾ വാട്ട് ഈസ് p? p ആണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എമൗണ്ട് ഹി ടുക്ക് ആസ് ലോൺ അല്ലേ. p = 22,500 / 2 വരും. ചെയ്തു വരുമ്പോൾ ആൻസർ 11,250. 11,250 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. നിങ്ങളിത് എഴുതി കഴിഞ്ഞതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് അഫ്കാറ്റ് 2014 ആണ്. എ സം ഓഫ് മണി ഇൻവെസ്റ്റഡ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ട്രിപ്പിൾസ് ഇറ്റ്സെൽഫ് 8 years. ഹൗ മെനി ടൈംസ് ഇറ്റ് വിൽ ബിക്കംസ് ഇൻ 20 years ഓഫ് ടൈം. ഈ മോഡൽ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് തവണ. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കാരണവശാലും ഇത് മറന്നു പോകരുത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
A sum of money invested at simple interest triples itself in 8 years. അതായത് ഫൈനൽ എമൗണ്ട് 8p ആവും. ഇനീഷ്യൽ എമൗണ്ട് p ആണ്, ഫൈനൽ എമൗണ്ട് 8 times p ആണ്. അല്ലേ? ശരിയാണോ? ഇൻവെസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ട്രിപ്പിൾസ് ആണ് അല്ലേ? അപ്പോൾ 8 times അല്ലല്ലോ, 3p ആണ്. ശരിയാണല്ലോ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. സം ഓഫ് മണി ഇൻവെസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ട്രിപ്പിൾസ്. അപ്പോൾ ഫൈനൽ എമൗണ്ട് 3 times p ആണ്, ഇനീഷ്യൽ എമൗണ്ട് p ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് 1 + NR. n 8 ആണ്, R അറിയില്ല. ഫോർമുല എഴുതിയത് ശരി തന്നെയല്ലേ നോക്കിയേ. ഫൈനൽ എമൗണ്ട് 3 times p ആണ്, p × 1 + NR/100. n 8 ആണല്ലോ, p വെട്ടിക്കളയാം. 3 = 1 + 8R/100. നമുക്ക് ആ 1 ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാമല്ലോ. 1 അപ്പോൾ ഇവിടെ 8R/100 = 2 എന്ന് വരും. ശരിയല്ലേ? ഒരു 8 വേണമെങ്കിൽ രണ്ട് സൈഡിൽ 2 വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ വേണ്ട 8 അങ്ങോട്ട് പോയാലും മതിയല്ലോ. R/100 = 2/8 വരും. 2/8 എന്ന് പറഞ്ഞാൽ 1/4. R/100 ആവശ്യം വരും നമുക്ക്. നമ്മൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. ഹൗ മെനി ടൈംസ് ഇറ്റ് വിൽ ബിക്കം ഇൻ 20 years ഓഫ് ടൈം. 20 years ഫൈനൽ എമൗണ്ട് p', ഇനീഷ്യൽ എമൗണ്ട് p ആണ്. അസ്യൂം ചെയ്യാലോ. 1 + NR. n എന്ന് പറഞ്ഞാൽ 20, R എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 20 years കൊണ്ട് എത്ര ടൈംസ് ആവുന്നതാണ് ക്വസ്റ്റ്യൻ. ഫൈനൽ എമൗണ്ട് = p × 1 + NR. p × 1 + n 20 ആണല്ലോ, 20 years. R നേരത്തെ ഉണ്ടായിരുന്ന R തന്നെയാണ്. അപ്പോൾ p × 1 + 20 × R/100 എത്ര? R/100 1/4 ആണ്. ഇവിടെ R/100 1/4 എഴുതാം. 20/4 5 ആണല്ലോ. അപ്പോൾ 6p എന്ന് വരും. 6p. അപ്പോൾ p' = 6p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 times ആവും അല്ലേ? ഫൈനൽ എമൗണ്ട് ബിക്കം 6 times. സോ ഈ പ്രോബ്ലം ഈസിയാണ് അല്ലേ? ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? സോ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏത് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഡിഫിക്കൽട്ടി ലെവലൊക്കെ നല്ലപോലെ ക്ലിയർ ആയല്ലോ അല്ലേ? സോ അപ്പോൾ നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.